Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് OnePlus Nord Ce 5G ആണ്. പ്രീമിയം സെഗ്മെന്റിൽ ഇന്ത്യയിൽ നല്ലൊരു ശതമാനം കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ബ്രാൻഡാണ് OnePlus. അതുപോലെ തന്നെ അവർക്ക് മികച്ച ഒരു ഫാൻ ബേസും ഇന്ത്യയിലുണ്ട്. എന്നാൽ ചില സമയത്ത് ഇവരുടെ തീരുമാനങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഓൾറെഡി 8T എന്ന സക്സസ് ആയിട്ടുള്ള റണ്ണിംഗ് ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോഴാണ് 9R എന്ന പേരിൽ ഡിസൈനിൽ മാത്രമേ ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ളൂ ആ ഒരു മോഡൽ പുറത്തിറക്കുന്നത്. അതുപോലെ തന്നെ 20,000 to 30,000 റേഞ്ചിൽ നോട്ട് എന്ന മോഡൽ അവർക്കുള്ള സമയത്താണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ OnePlus 5G സ്മാർട്ട് ഫോൺ എന്ന സവിശേഷതയോടുകൂടി ഈ നോട്ട് കോർ എഡിഷൻ അഥവാ നോട്ട് Ce 5G പുറത്തിറക്കുന്നത്. സോ 20-25 ബഡ്ജറ്റിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോട്ട് Ce 5G പരിഗണിക്കണോ വേണ്ടയോ എന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ആദ്യമേ നമുക്ക് ഡിസൈൻ പാർട്ടിലേക്ക് വരാം. നോട്ട് പോലെ തന്നെയാണ് ഇത് കാണാൻ, വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ നോട്ടിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. നോട്ട് Ceയിൽ അതില്ല. അതായത് ഫ്രണ്ടിൽ വരുന്നത് ഡ്രാഗൺ ട്രെയിൽസ് എന്ന ഗ്ലാസ് ആണ്, ബാക്കിൽ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്, പോളികാർബണേറ്റ് മെറ്റീരിയലാണ്, ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഡ്രാഗൺ ട്രെയിൽസ് ഗ്ലാസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ എന്തോ പവറായിട്ടുള്ള സാധനമാണെന്ന് തോന്നാം. പക്ഷേ അങ്ങനെയൊന്നുമില്ല, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് എന്നേ ഉള്ളൂ. അല്ലാതെ ഗൊറില്ല ഗ്ലാസിൻ്റെ അത്ര പ്രൊട്ടക്ഷൻ ഒന്നും ഇതിന് കിട്ടുകയില്ല. എന്നിരുന്നാലും ചില റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് മനസ്സിലായത് പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിൽ പോലും ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ ബാക്കിൽ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു കൂളായിട്ടുള്ള ലുക്ക് തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നിന്നും കിട്ടുന്നുണ്ട്. 7.9 mm മാത്രമേ തിക്നെസ് ഉള്ളൂ. സോ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ തരാൻ കഴിയും. പിന്നെ OnePlusൻ്റെ ഏറ്റവും മികച്ച ഹാർഡ്വെയർ സവിശേഷതകളിൽ ഒന്നായ സ്ലൈഡർ, സൈലൻറ്റ് മോഡിലേക്കൊക്കെ മാറ്റുന്ന സ്ലൈഡർ ഇതിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട്. പ്രീമിയം ഫീച്ചറാണ്, ബേസ് മോഡൽ ആയതുകൊണ്ടായിരിക്കാം ഇതിൽ നിന്നും കട്ട് ചെയ്തത്. എങ്കിൽ പോലും OnePlus സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഡ്രോബാക്ക് ആണ്. നിങ്ങൾക്കിതിൽ സന്തോഷിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട് എന്നുള്ളതാണ്. OnePlus സ്മാർട്ട് ഫോണിൽ ഇതുവരെ വരാത്ത ഒരു ഫീച്ചറാണത്. സോ വയർലെസ് ഇയർഫോണൊന്നും വാങ്ങേണ്ട കാര്യമില്ല, നോർമൽ വയേർഡ് ഇയർഫോൺ തന്നെ ഇതിന് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന സ്പീക്കർ സിംഗിൾ സ്പീക്കറാണ്. താഴെയാണ് സ്പീക്കർ ഗ്രിൽ വരുന്നത്. തൊട്ടടുത്തായി ഓഡിയോ ജാക്കും അതുപോലെ തന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. 2 സിമ്മാണ് ഉപയോഗിക്കുവാൻ പറ്റുക, രണ്ടും നാനോ സിമ്മാണ്. സോ ഇതിൻ്റെ ഡിസൈൻ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈഡർ മാത്രമേ മിസ്സാവുന്നുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഓഡിയോ ജാക്ക് നമുക്ക് അധികമായിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ലാത്ത ഒരു ഡിസൈൻ ഭാഗമാണ് ഇതിനുള്ളത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ 6.43 ഇഞ്ച് വലുപ്പമുള്ള ഫ്ലൂയിഡ് അമോലേഡ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമുണ്ട്. HDR മോഡിൽ 1000 നിറ്റ്സ് വരെയും അതുപോലെ തന്നെ നോർമൽ ആണെങ്കിൽ 700 നിറ്റ്സ് വരെയും ബ്രൈറ്റ്നസ് ലെവൽ ഇതിന് നൽകുവാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾ മറ്റുള്ള സ്മാർട്ട് ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 Pro Maxനൊക്കെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള പാനൽ വരുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലെ മറ്റുള്ള സ്മാർട്ട് ഫോണുകളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നെറ്റ്ഫ്ലിക്സിലെ HDR വീഡിയോസൊക്കെ സുഗമമായി കാണുവാൻ കഴിയുമെന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ടച്ച് റെസ്പോൺസും ഈ സ്മാർട്ട് ഫോണിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മികച്ച ഡിസ്പ്ലേ എന്നൊന്നും പറയുവാനില്ല, ഒരു ആവറേജ് ഡിസ്പ്ലേ, അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഒരു ആവറേജ് ഡിസ്പ്ലേ എന്നേ പറയുവാനുള്ളൂ. ഓക്കെ, ഇനി ക്യാമറയിലേക്ക് വരാം. ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്യാമറ. സോ ഇതിൽ റിയർ ക്യാമറയിൽ വന്നിരിക്കുന്നത് 64 മെഗാ പിക്സലിൻ്റെ ലെൻസാണ്. നോഡിൽ നമുക്ക് 48 ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ആ ഒരു മെഗാ പിക്സലിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. എന്നാലും നോഡിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. കാരണം വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഹൈപ്പൊക്കെ കൊടുത്ത് എന്താ പറയുക, ക്യാമറ ഭാഗമാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളതല്ല. ക്യാമറയെ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പം നോഡിൽ ക്യാമറ നല്ല രീതിയിൽ ക്വാളിറ്റിയൊക്കെ അവർ എടുത്ത ഫോട്ടോസൊക്കെ കണ്ട സമയത്ത് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു ലോഞ്ചിൻ്റെ സമയത്ത്. പിന്നീട് വന്നപ്പോൾ അത്ര ഒരു മികച്ചതായിട്ട് തോന്നിയില്ല. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇതിൽ മെഗാ പിക്സൽ കൂട്ടിയത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്ന് റിയൽ ലൈഫിൽ തന്നെ ഉപയോഗിച്ച് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, എന്തായാലും 64 മെഗാ പിക്സലിൻ്റെതാണ് മെയിൻ ലെൻസ്. ഇനി ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെതാണ് ക്യാമറ. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 20ഉം പിന്നെ അതേപോലെ 44ഉം അങ്ങനെ കുറേ മെഗാ പിക്സലുകൾ കൂടിയ ക്യാമറയുള്ള സ്മാർട്ട് ഫോണുകളുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പിക്സൽ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല. OnePlusൻ്റെ ക്യാമറ ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത്രയുമാണ് ക്യാമറ ഫീച്ചേഴ്സ്. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ മറ്റുള്ള സ്മാർട്ട് ഫോണുകളുമുണ്ട്. നേരത്തെ പറഞ്ഞ റെഡ്മി നോട്ട് 10 Pro Maxന് 20 മെഗാ പിക്സൽ എന്തോ വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ. അതുപോലെ തന്നെ പിന്നിലാണെങ്കിൽ 108 മെഗാ പിക്സലും വരുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ്മിയുടെ ഷവമിയുടെ 10i കൂടിയുണ്ട്. അതൊക്കെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ്.
ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ OS ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് നോട്ട് സി. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ഓക്സിജൻ OS ആണ്. അത്രയ്ക്കും ക്ലീൻ ആയിട്ടുള്ള ബ്ലോട്ട്വെയർസ് ഒന്നും തീരെ ഇല്ലാത്ത ഓക്സിജൻ OS നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നൽകുന്നതായിരിക്കും. പുതുമയുള്ള കുറേയധികം ഫീച്ചേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിലെ പോലെ പരസ്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ വരികയില്ല. അതും വളരെ മെച്ചപ്പെട്ട ഒരു സവിശേഷത തന്നെയാണ്. ഏത് ബ്രാൻഡാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും OSന്റെ ഭാഗത്തു നിന്നും നമുക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് ലഭിക്കുന്നത്. ഇനി പെർഫോമൻസ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 3 വേരിയൻറ്റുകൾ ഈ സ്മാർട്ട് ഫോൺ ഉണ്ട്. 6GB RAM 128, 8GB RAM 128, അതുപോലെ തന്നെ 12GB RAM 256GB സ്റ്റോറേജ്. ഇത്രയുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 750G ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ ശക്തമായ 3ാമത്തെ ചിപ്സെറ്റാണിത്. നോഡിൽ സ്നാപ്ഡ്രാഗൺ 765 ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇതിലെത്തുമ്പോൾ അത് 750G ആയി. വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും ഉപയോഗത്തിൽ, അതായത് ഡെയിലി യൂസിൽ നിങ്ങൾക്ക് അറിയുവാൻ കഴിയുകയില്ല. പിന്നെ ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം നിങ്ങൾക്ക് ഇതേ പ്രൈസ് സെഗ്മെൻറ്റിൽ 860 ഒക്കെ സ്നാപ്ഡ്രാഗണിൻ്റെ വേരിയൻറ്റ് വരുന്ന പ്രൊസസ്സറുകളുള്ള സ്മാർട്ട് ഫോണുകൾ, പോക്കോ X3 Pro പോലെയുള്ള ഫോണുകൾ അവൈലബിൾ ആണ്. സോ ഗെയിമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിലേക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതൊരു 5G സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്കറിയാം ഇവരുടെ പരസ്യത്തിലൊക്കെ നോട്ട് CE 5G എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സോ നിങ്ങളൊരു 5G സ്മാർട്ട് ഫോൺ എന്നുള്ള കാരണം കൊണ്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഡീപ്പായിട്ട് ഒന്നും കൂടി ചിന്തിക്കണം. കാരണം ഇതിൽ സിംഗിൾ 5G ബാൻഡ് N78 സപ്പോർട്ടുള്ളൂ. അതെന്താണെന്ന് വിശദീകരിച്ചാൽ വീഡിയോ കുറേ നീണ്ടുപോകും. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതൊരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലവിൽ 4G മാത്രമേ ഉള്ളൂ. 5G ഒന്നും ഇപ്പോഴേ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിയാലും എന്തായാലും ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ ഫോൺ മാറ്റും സ്വാഭാവികമായിട്ടും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡ്രോബാക്ക് ഒന്നുമല്ല. 5G ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ആ ഒരു ബാൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നതാണ്. ഇനി ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 4500 mAhൻ്റെതാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ 30W വാട്ട് ചാർജറും ഇതിൽ ലഭിക്കുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തെടുക്കുവാൻ സാധിക്കും. മറ്റുള്ള OnePlus സ്മാർട്ട് ഫോണുകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ OnePlus 8 4300 mAh ഉള്ളൂ. നോഡിലാണെങ്കിലും അതിലും കുറവാണ്. സോ അതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇത് അത്യാവശ്യം മികച്ച ഒരു ബാക്കപ്പ് തന്നെയാണ്. പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കുവാനും സാധിക്കും. സോ നല്ല രീതിയിലുള്ള ഒരു ബാക്കപ്പ് OnePlus സ്മാർട്ട് ഫോണുകളെ സംബന്ധിച്ച് ഈ ഒരു CEയിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇനി വേറെ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ റെഡ്മിയിലും അതുപോലെ തന്നെ പോക്കോ X3ലും ഒക്കെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊക്കെ 5000 mAhൻ്റെ ബാറ്ററിയും ഇതിൽ കൂടുതലുള്ള ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടുണ്ട്. ഗൈസ്, 23,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ അടിസ്ഥാന വില. OnePlusൻ്റെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ കൂടിയാണിത്. നിങ്ങൾക്കൊരു OnePlus സ്മാർട്ട് ഫോൺ വാങ്ങണമെന്ന അതിയായ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ OS എക്സ്പീരിയൻസ് ചെയ്യണം. ഈ 2 കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നോട്ട് CE 5G ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അല്ലാത്ത പക്ഷം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് നോക്കുക, ശേഷം തീരുമാനിക്കുക. കുറച്ച് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റുമെങ്കിൽ നോട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ, നല്ല ഓപ്ഷനാണ്. അതല്ല എന്നുണ്ടെങ്കിൽ IQ Z3 5G ഉണ്ട്. പിന്നെ Xiaomi Mi 10i 5G ഉണ്ട്. Redmi Note 10 Pro Max, Realme 8 Pro, ഈ 2 മോഡൽസ് 5G അല്ല. അപ്പോൾ ഇതൊക്കെയുണ്ട്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി വിവേകപൂർവ്വം തീരുമാനമെടുക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.